ആഹാ, ഇതുവരെ കുടിച്ച് തീർത്തില്ലേ? മതി കുടിച്ചത്, ഇനി നാളെ കുടിക്കാം. ഇങ്ങനെ കുടിച്ചാലേ മക്കൾക്ക് അപ്പനുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത്ര എടുത്തതല്ലേ, ഇതങ്ങ് കുടിച്ചോ. ഞാൻ കൊണ്ട് വെച്ചേക്കാവേ. നീ ആളാകെ മാറിപ്പോയല്ലോടി. സ്ത്രീകൾക്ക് ഇങ്ങനെയും ചില ഗുണങ്ങളുണ്ടല്ലേ. നമ്മൾ എത്ര വർഷമായി പിണങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി മുതൽ ഞാൻ അപ്പോട്ടന്റെ പാറുവാ. ഇനി ഞാൻ പിണങ്ങില്ല, വഴക്കിടില്ല. ഇത് സത്യം. വഴക്കടിച്ചും പിണങ്ങിയും ജീവിക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട്. നിസ്സാര പ്രശ്നങ്ങൾക്കായിരിക്കും അവരുടെ ജീവിതം ഹോമിക്കപ്പെടുന്നത്. ഞാൻ അപ്പോട്ടിന് ചോറെടുത്തിട്ട് വരാം കേട്ടോ. നിന്നെ ഞാൻ കാണിച്ചു തരാമടാ. 5 ദിവസം കൂടി സഹിച്ചാ മതിയല്ലോ. പപ്പടവും പഴവും പായസവും പ്രഥമനും കൂട്ടി നിന്റെ അടിയന്തരം ഞാനൊണ്ണും. നീ നോക്കിക്കോ. ആ, കേറി കിടന്നോ? ഇങ്ങനീറ്റേ, ഇതൊന്ന് കൊടയട്ടെ. ഒന്ന് എഴുന്നേറ്റേ. ഞാൻ ഈ ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞിരട്ടെ. ഇന്ന് ഞാൻ ഇവിടെ കിടക്കുന്നത്. നീ എന്തിനാണ് ഈ ചോറുമായിട്ട് ഇങ്ങോട്ട് വന്നത്? ആ ടേബിളിൽ കൊണ്ട് വെച്ചേക്കോ, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, താർക്കൊന്നും വേണ്ട. ഇന്ന് നമ്മുടെ പിണക്കം മാറിയ ദിവസമല്ലേ. ഞാൻ അപ്പോഴൊന്ന് ചോറ് വാരിത്തരാം. അയ്യോ എന്റെ ദൈവമേ, ഇതെന്താ ഇത്? നിനക്കെന്നെ വേണ്ടല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. നീ കഴിക്കുന്നത് വിഷമാടാ, വിഷം. പോട്ടാ, പാൽ കുടിക്കേ. എന്തിനാ പാറു ഈ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ? അതൊന്നും സാരമില്ല, അപ്പോട്ട് ഞാൻ കുടിക്കേ.